ജെനി, എടുക്കുന്നു തുണിയല്ല. 2 ദിവസം കൊണ്ട് വായിച്ച് തിരിച്ചു തരാന്ന് പറഞ്ഞ ബുക്കാ, തുടങ്ങിയിട്ട് പോലുമില്ല. ഈ ഡ്രസ്സൊക്കെ കഴുകാനിട്ടൂടെ? ജെനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 ദിവസം കൊണ്ട് ഈ ബുക്ക് വായിച്ച് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനി മേലെ എന്റെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തു പോരുത്. ഒരു സ്വപ്നം കാണാനും സമ്മതിക്കില്ല. ഞാനൊന്ന് ഡാൻസ് ചെയ്ത് വരുമായിരുന്നു. നീയേ 4 മണി തൊട്ട് ഡാൻസ് കളിച്ചു തുടങ്ങിയതാ. ഇനി ഡിന്നർ കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. വേഗം വാ, ജോച്ചൻ വെയിറ്റിംഗ് ആണേ. ഹലോ, ശ്യാമാണ് സാർ. ശ്യാമേ പറ. എന്നെ കൊണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്റെ ശ്യാമേ, നീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല സാറേ, ഞാൻ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കണം. ഫുൾ ടൈം ഫീൽഡ്. എന്നാലേ എന്നെ പോലെ നിനക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റൂ. എന്നിട്ട് മിനിമം ഒരു കോടിപതിയെങ്കിലും ആവും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഹലോ. ഇന്ന് ഏത് ഡ്രാമ സീരീസ് ആയിരുന്നു? ഇന്ന് എന്റെ തന്നെ ഒരു കിടിലൻ ടൈം ട്രാവൽ സീരീസ് ആയിരുന്നു. ആണോ? അതെ. നമുക്ക് തട്ടുകടയിൽ പോയൊരു ദോശ കഴിച്ചാലോ? ഈ മമ്മിയുടെ ഫുഡ് കഴിക്കുന്നൊരു മോചനാവും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴുള്ളതാ? ബാക്കിലുണ്ടായിരുന്നു. പെണങ്ങല്ലേ സാലിക്കുട്ടി, ഈ ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്ക് നാളെ രാവിലെ ജോയിച്ചിന് തന്നെ ചൂടാക്കി കൊടുക്കാം. അപ്പൊ പെർമിഷൻ ഗ്രാൻഡഡ്. ഞാൻ റെഡി. ഒരു 5 മിനിറ്റ് ചോദിച്ചാ അതാ വരുന്നു. നിന്റെ കൊറിയൻ ബാൻഡ് BTS പിരിഞ്ഞല്ലേ? അത് വല്ലാത്തൊരു അടിയായി പോയി. സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫാൻസ് ഒരു മാസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ചോദിച്ചാ പ്രതീക്ഷ കളയണ്ട. പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓ, ഞാൻ പറഞ്ഞതാണ് കാറി വരാവുന്നത്. ഈ മഞ്ഞുകൊണ്ട് ഇനി വീണ്ടും പനി പിടിക്കും. കാറിൽ വന്നാ എനിക്ക് എന്റെ ചോദിച്ചിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? മോളെ, ഈ വണ്ടി തട്ടുകട വരെ പോവും. ഓ, അങ്ങനെ ആവട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ റൈഡർമാരുടെ കൂടെ കൂട്ടുകൂടല്ലെന്ന്. ഈ ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ച തള്ളു നീ തള്ളു. ഹലോ, ഒന്നും മൈൻഡ് ചെയ്യപ്പാ. സാറേ പറ. എനിക്ക് ദോശയും ഓംലെറ്റും. നിനക്കെന്താ വേണ്ടത്? എനിക്കും ദോശ ഓംലെറ്റ് മതി. ഒരു സവാള വട. ഒരു സവാള വട കൂടെ. ഓക്കെ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ഞാൻ കുറച്ച് ബിസിയാണ്. മോളുമായിട്ടൊന്ന് പുറത്തു വന്നതാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. 20 ലക്ഷത്തിന്റെ പോളിസിയാ. ഞാൻ ബിസിയൊന്നുമല്ല, ഞാൻ ഫ്രീയാ. മോളെ ഇപ്പൊ വരാം കേട്ടോ. അല്ല, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം ഒന്നും പേടിക്കണ്ട. ഓരോ ദിവസവും ഞാൻ നോക്കിയിരിക്കല്ലേ. 2 ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. ജെനി വിളിക്കുന്നു. അതുകൊണ്ട് വിടല്ലേ വിടല്ലേ വിടല്ലേ. എടോ,
ആ ജെനി പറ. ആ ജോയിലെ നീ വാട്സാപ്പിലൊന്ന് കയറി. അല്ല നീ എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക്? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. നിനക്ക് ഞാനല്ലാതെ ട്രിപ്പ് പോവാങ്കിൽ എനിക്ക് എൻ്റെ പുതിയ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാനൊക്കെ പോവാം. ഏത് ബോയ് ഫ്രണ്ട്? എവിടുത്തെ ബോയ് ഫ്രണ്ട്? നീ കളിക്കാതെ കാര്യം പറഞ്ഞ്. ടെൻഷൻ ആവണ്ട മാഷെ, ഒരു 5 മിനിറ്റ്. ഞാനും എൻ്റെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പം ഇട്ടേ. ഓക്കെ എന്നാ, എൻ്റെ ഡാർലിംഗ് അവിടെ നിന്ന് വരുന്നുണ്ട്, കണ്ട പ്രശ്നമാവും. ആ അവളുടെ ഒരു കാര്യം. എന്തു പറ്റി? അവളിപ്പോ ഏതോ തട്ടുകടയല്ലോ, അതിന് ആളെ അങ്ങ് വട്ടാക്കുവോ? നീ ഒന്ന് പോടാ. അവള് ഇതിനെ കളിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. ആയിരിക്കുമല്ലേ? ആയിരിക്കും. വേണ്ടാവൻ വരുന്നു. എന്തു പറ്റി? എന്താ പറ്റാന്? പെട്രോൾ കഴിഞ്ഞ്. ഇവന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു. എന്തുവോ? എന്തുവാ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ റൈഡർമാരോടൊന്നും വരില്ലെന്ന്. എടാ അവന്മാര് വേറെ മൂഡ് പയ്യന്മാര്. നിനക്ക് വല്ല റൈഡിനെ കുറിച്ച് വല്ല അറിയാവോ? എടാ അതെ, പെട്രോൾ അടിക്കത്തില്ല. പോകുന്ന വഴി എന്നെ വീട്ടിലൊന്നും നടക്കോ? അപ്പൊ ഇവനോ? ആ അവൻ വന്നോളൂ. പോവാണ് നീ? ഇല്ലടാ, ഞാൻ ഇവനെ ആക്കിയിട്ട് പെട്രോൾ വാങ്ങിട്ട് എടാ ഞാൻ ഇപ്പൊ തന്നെ പഴനി പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലും. എന്റെ പൊന്നളി, ഈ ഭസ്മം ഇടുന്നൊക്കെ ഇച്ചിരി ഓവറാ. Over ആണോ? രാത്രി ആരെങ്കിലും ഭസ്മം ഇട്ടുകൊണ്ട് വീട്ടിൽ ചെല്ലുവോ? ആണോ? ആ മായ്ക്കല്ലേ? ആ. അല്ലടാ, നീ പളനി പോയെന്ന് പറഞ്ഞിട്ട് പ്രസാദം തീ. പ്രസാദം നമ്മൾ അതിനല്ലേ വൃന്ദാവനിൽ കയറിയത്. ഫുഡ് കഴിച്ചില്ലേ? അവിടുന്ന് പ്രസാദം ഒപ്പിച്ചിട്ട്. നീ ഒരു അഗ്ര കണ്ണിയം തന്നെ കേട്ടോ. നീ വണ്ടി ഇട്. സമ്മതിക്കണം. പെട്ടെന്ന് പറഞ്ഞേ. ഇടയ്ക്കൊരു പോളിസിയുടെ കാര്യം 20 lakhs. ചോദിച്ചോ, വാ. അടിപൊളി. അടുത്ത പ്രാവശ്യം എന്നെ കൂട്ടാതെ ട്രിപ്പ് പോയാലുണ്ടല്ലോ മോനെ, പപ്പയായിരിക്കില്ല ബോയ് ഫ്രണ്ട്.